എഡ്ജ് 15 Neo. കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ ഈ ഫോൺ യൂസ് ചെയ്ത് വരികയാണ്. എൻ്റെ 4 മാസത്തെ യൂസർ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിനാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ്സിന് ശേഷം ഈ ഫോൺ എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. കൂടാതെ എന്നെ വളരെയധികം നിരാശപ്പെടുത്തിയ ഒരു ഫോൺ കൂടെയാണിത്. അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവും. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിലുള്ള 4 കാര്യങ്ങളാണ്. അതിലാദ്യം തന്നെ ഡിസൈൻ നോക്കാം. വളരെ അടിപൊളി കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതിന് മോട്ടറോള നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല ഈ സൈഡിൽ വരുന്ന മെറ്റൽ ഫിനിഷിങ്ങും ഇതിൻ്റെ കളറും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ പബ്ലിക്കിൽ വെച്ച് നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരായാലും ഒന്ന് ശ്രദ്ധിക്കുകയല്ലേ ചെയ്യും. ഇതോടൊപ്പം 68 വാട്ട്സിൻ്റെ ചാർജറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡേ നോർമൽ യൂസിന് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഫുൾ ചാർജ് ആവാനായിട്ട് ഒരു 1 അവറോളം വേണ്ടി വരുന്നു. ഇത് മാത്രമല്ല 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജറും സപ്പോർട്ടാണ്. രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. 6.4 ഇഞ്ചിൻ്റെ 144 ഹെർട്സ് 1.5K PO LED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ കളർ ആണെങ്കിലും ബ്രൈറ്റ്നസ് ആണെങ്കിലും ഒന്നും തന്നെ പറയാനില്ല, അടിപൊളിയാണ്. പിന്നെ ഔട്ട്ഡോറിൽ വെച്ച് നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേയിലെ ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ എത്ര സൺലൈറ്റ് അടിച്ചാലും നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും തന്നെയില്ല, അടിപൊളിയാണ്. മൂന്നാമതായി എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സ്പീക്കേഴ്സാണ്. നല്ല അടിപൊളി സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഇതിൽ വരുന്നത്. ഐഫോണിൻ്റെ സ്പീക്കറുമായി കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം അതിൻ്റെ ക്വാളിറ്റിയുടെ അടുത്ത് നിൽക്കുന്ന സ്പീക്കർ തന്നെയാണ് ഇതിൽ വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലുള്ള കിടിലൻ ഡിസ്പ്ലേയും ഈ അടിപൊളി സ്പീക്കറും കൂടെ ആകുമ്പോൾ നമുക്ക് എത്ര നോയ്സ് ഉള്ള സ്പേസിൽ ഇരുന്ന് വേണോ ഹെഡ്സെറ്റിൻ്റെ ഒന്നും സഹായമില്ലാതെ മൂവീസ് വാച്ച് ചെയ്യാം. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് മോട്ടറോള ഇതിന് നൽകിയിരിക്കുന്ന പ്രൊട്ടക്ഷനാണ് കേട്ടോ. IP58 റേറ്റിംഗും പിന്നെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനുമാണ് മോട്ടറോള ഇതിന് നൽകിയിരിക്കുന്നത്. ഇത് ഞാൻ പറയാനുണ്ടായ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 2-3 പ്രാവശ്യമെങ്കിലും താഴെ പോയിട്ടുണ്ടാവും. പക്ഷേ ഇതുവരെ ഇതിനൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ പറ്റിയിട്ടില്ല. പിന്നെ ഞാനിത് വെള്ളത്തിലിട്ടും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അപ്പോഴും ഇതിനൊരു പ്രോബ്ലവും തന്നെ വന്നിട്ടില്ല. ഞാനിത് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്തത് കേട്ടോ. ഞാൻ ചെയ്തു എന്ന് വെച്ച് നിങ്ങളാരും ഇതൊന്നും ട്രൈ ചെയ്യേണ്ട, ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ലേ ഈ ഫോൺ എന്നെ നിരാശപ്പെടുത്തി എന്നുള്ളത്, അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് പറയാം. ഇത്രയും കിടിലം ഹാർഡ്വെയർ ഉണ്ടെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലും ഈ ഫോൺ ഒരു അൾട്രാ പ്രോ മാക്സ് പരാജയമാണ്. ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നോർമൽ യൂസിൽ പോലും UI ഫുൾ ലാഗ് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെ 2-3 ആപ്സ് കൂടുതൽ മെമ്മറിയിൽ ഹോൾഡ് ചെയ്യാനും പാടാണ്. പിന്നെ ഗെയിമിങ്ങിനെ കുറിച്ച് പറയേണ്ടത് BGMI ആണെങ്കിൽ ആദ്യം 30 മിനിറ്റ് വലിയ കുഴപ്പമില്ലാതെ കളിക്കാം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഫോൺ ഹീറ്റായി തുടങ്ങും, ലാഗാണ്. പിന്നെ ഞാനിത് ഹീറ്റ് മാറാനായിട്ട് ഫ്രീസറിൽ കൊണ്ടുവച്ചാണ് അടുത്ത ഗെയിം കളിക്കാനായിട്ട് സെറ്റാക്കി എടുക്കാറ്. ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സെയിം ഇഷ്യൂ തന്നെയാണ് വരുന്നത്. ക്യാമറ ആപ്പ് ഫുൾ ലാഗാണ്. പോർട്രേറ്റ് മോഡിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ഒരു പിക്ക് എടുത്ത് ഏതാണ്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പിക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ 4K വീഡിയോസിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ കാണുന്ന പോലെ ഫ്രെയിംസ് സ്കിപ്പ് ആവാറുണ്ട്. ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ്സ് വന്നപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ മാറുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഇഷ്യൂസ് ഒന്നും തന്നെ മാറിയതുമില്ല, എന്നാൽ പുതിയ കുറച്ച് പ്രോബ്ലംസ് വരികയും ചെയ്തു. ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ്സിന് ശേഷം ഒരു ആപ്പ് പോലും ബാക്ക്ഗ്രൗണ്ടിൽ ഹോൾഡ് ചെയ്യാതെ, അത് മാത്രമല്ല പിന്നെ കീബോർഡിൽ ടൈപ്പ് ചെയ്താലും ഇതുപോലെ സ്ക്രീനിൽ വരാത്ത വിധത്തിലുള്ള ഒരു പ്രശ്നം കൂടെ വന്നിട്ടുണ്ട്. ഞാൻ ഫോൺ റീസെറ്റ് ചെയ്ത് നോക്കിയെങ്കിലും അതിലൊരു മാറ്റവും തന്നെ വന്നിട്ടില്ല. ഞാൻ ഈ ഫോണിൻ്റെ റിവ്യൂ എല്ലാം ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ പുതുതായിട്ട് 2 അപ്ഡേറ്റ്സ് വന്നത്. ഇതിന് മുന്നേ ആൻഡ്രോയിഡ് 15 ഞാൻ ഒത്തിരി പ്രതീക്ഷകളോട് കൂടെയാണ് അപ്ഡേറ്റ് ചെയ്തത്. പക്ഷേ അതിൽ എടുത്തു പറയത്തക്ക പ്രതീക്ഷിച്ച അത്രയും ഫീച്ചേഴ്സൊന്നും ഇല്ല എന്ന് മാത്രമല്ല ഈ ഫോണിൽ ഓൾറെഡി ഉള്ള ഇഷ്യൂസിന് പുറമെ കുറച്ച് ബഗ്സും കൂടെ വരികയാണ് ചെയ്തത്. ഇനി അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ ഒരു ആപ്സ് പോലും ബാക്ക്ഗ്രൗണ്ടിലെ മെമ്മറിയിൽ ഹോൾഡ് ചെയ്യാതെ, പിന്നെ സ്ക്രീനിൽ ചിലപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതൊന്നും വരുന്നില്ല. ഇതൊക്കെയായിരുന്നു ആ ഇഷ്യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെന്ന്. ആ അപ്ഡേറ്റ്സിന് ശേഷം ഈ ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വന്ന ഈ 2 ഇഷ്യൂസും മാറി കിട്ടിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ്സിന് മുന്നേ ഉള്ള ഇഷ്യൂസ് ആയ അതായത് ക്യാമറ UIയിലെ ലാഗ്, ഡെയിലി യൂസേജിലെ ലാഗ്, ഇതെല്ലാം അതുപോലെ തന്നെ തുടരുന്നു. ചിലപ്പം ഇനി വരുന്ന അപ്ഡേറ്റ്സിൽ ഈ ഇഷ്യൂസിനെല്ലാം ഒരു മാറ്റം വന്നേക്കാമെന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. എൻ്റെ ഈ ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഇതുവരെ കണ്ടതും ഇനി കാണാൻ പോകുന്നതുമാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ നിങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിലും ഗെയിമിംഗ് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാം. ഇത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോമ്പാക്ട് സൈസിലുള്ള ഒരു അടിപൊളി ഡിസ്പ്ലേയും സ്പീക്കറും വരുന്നൊരു ഫോണാണ്. നോർമൽ യൂസേജിന് പറ്റിയൊരു ഫോണാണിത്. പിന്നെ നിങ്ങളിത് വാങ്ങുന്നതിന് മുന്നേ ഉറപ്പായിട്ടും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 22,000 ആണ്. ഈ പ്രൈസിന് ഈ ഫോൺ ഒട്ടും തന്നെ വേർത്തല്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് 14,000-ൻ്റെ നത്തിങ്ങിൻ്റെ CMF ഫോൺ 1 എന്തുകൊണ്ടും ബെറ്റർ ആണ്. ഈ 2 ഫോൺസിൻ്റെയും പ്രോസസ്സർ വരുന്നത് സെയിം തന്നെയാണ്. പിന്നെ എനിക്കതിൽ ആകെ തോന്നിയ 2 പോരായ്മകൾ എന്താണെന്ന് വെച്ചാൽ അത് സ്റ്റീരിയോ സ്പീക്കറില്ല, പിന്നെ IP റേറ്റിംഗ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പോരായ്മയായിട്ട് പറയാനും പറ്റില്ല. ഞാനിത് പറയുന്നത് ഈ 2 ഫോൺസ് യൂസ് ചെയ്തിട്ട്
ചെയ്തിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.